നമ്മുടെ ഉറച്ച ഈമാൻ അതിന് ഒരു ഇളക്കവും തട്ടാതെ തന്നെ അതിന്മേൽ നമുക്ക് എങ്ങനെ ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം, നമ്മുടെ ഈമാൻ എങ്ങനെയാണ് അതിന്റെ ഉന്നതങ്ങളിലേക്ക് പരിപോഷിപ്പിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യുകയാകും ഏറ്റവും ഉചിതമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതൊരു സിദ്ധാന്തമാണെങ്കിലും ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഈ വഹീനെ ലോകത്തിന് അവതരിപ്പിച്ചു തന്ന റബ്ബ് തആലയുടെ ഈ തുഹ്ഫ, അള്ളാഹു തന്ന സമ്മാനമാണ്. ഇതിനെ ചെളിവാരിത്തേക്കാൻ ലോകത്ത് പല ആളുകളും പലതും കൊണ്ടുവരും, പല സിദ്ധാന്തങ്ങൾ വരും, പല ഇസങ്ങൾ വരും. ചിലപ്പോഴൊക്കെ നമ്മൾ അതിലേക്ക് എക്സ്പോസ്ഡ് ആവുന്നത് ഡേഞ്ചറാണ്. എന്താ അവർ പറയുകൾക്ക് എന്താ പറയാനുള്ളത്? നമുക്കതിന്റെ മറുപടിയോ അതിന്റെ മറുവശമോ അവർ പറയുന്നതിനെ ക്രോസ് ചെയ്ത് ചിന്തിക്കാനോ കഴിവില്ലെങ്കിൽ നമ്മുടെ ഈമാൻ അപകടത്തിലായി പോകും. അത് സ്വാഭാവികമാണ്. അത്തരം ഒരു എൻഡേഞ്ചർ ചെയ്യാതിരിക്കലാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ പഠിക്കുകയോ ഗവേഷണം ചെയ്യുകയോ ചെയ്യുന്ന ആളുകൾക്കാകാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ ഓതി വെച്ചത്. ഹുവല്ലദീ അൻസല السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. സത്യവിശ്വാസികളുടെ മനസ്സിനുള്ളിലേക്ക് സമാധാനം സന്നിവേശിപ്പിച്ചത് അല്ലാഹുവാണ്. അത് അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ. ഹുവല്ലദീ അൻസല السكينة في قلوب المؤمنين. അല്ലാഹുവിന്റെ ഏകത്വവും അല്ലാഹുവിന്റെ റുബൂബിയത്തും ഉലൂഹിയത്തും അല്ലാഹുവിനാണ് നമ്മൾ ഉബൂദിയത്ത് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തും റിസാലത്തും അംഗീകരിച്ചവരുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനം ഇറക്കി തന്നത് അല്ലാഹുവാണ്. എന്തിന്? ലിയസ്ദാദൂ ഈമാനം മഅ ഈമാനിഹിം. അവരുടെ ഹൃദയങ്ങളിലുള്ള ഈമാനിന്റെ മേൽ വീണ്ടും ഈമാനിന്റെ പ്രഭയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സമാധാനം ഇറക്കി കൊടുത്തു. ഇസ്ലാം സമാധാനമാണ്, ശാന്തമാണ്, ഉന്നത മൂല്യങ്ങളാണ്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും സമാധാനത്തിന്റെ പടയുള്ളതും അല്ലാഹുവിനാണ്, സമാധാനത്തിന്റെ സൈന്യം. റബ്ബിന്റെ ജുനൂദ് സമാധാനമിറക്കാനുള്ള ജുനൂദാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അല്ലാഹുവിന്റെ ജുനൂദ് സകീനത്തുമായി ഇറങ്ങുന്ന ജുനൂദാണ്. അല്ലാഹുവിന്റെ സൈന്യം, മലക്കുകളുടെ സൈന്യം. അല്ലാഹു ആ സൈന്യത്തെ ഈ മജ്ലിസിലേക്ക് അല്ലാഹു ഇറക്കി തരട്ടെ. അല്ലാഹു നമുക്കും ലോക മുസ്ലിമീങ്ങൾക്കും വിശ്വാസികൾക്ക് പ്രത്യേകിച്ചും ലോക മനുഷ്യർക്കും അല്ലാഹു സമാധാനം ഇറക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വകാന അല്ലാഹു അലീമൻ ഹകീമാ. എല്ലാം സസൂക്ഷ്മം അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹു ചെയ്യുന്നതെല്ലാം ഹിക്മത്ത് നിറഞ്ഞതാണ്, യുക്തിഭദ്രമാണ്. ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വയുകഫിറ അൻഹും സയ്യിആതിഹിം വകാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അദീമാ. സമാധാനത്തോടെയുള്ള ഒരു ജീവിതം അല്ലാഹു ഈ ലോകത്ത് നൽകിയതിനു ശേഷം അല്ലാഹുവിന്റെ നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗ്ഗത്തിലേക്ക് സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും പ്രവേശിപ്പിക്കുകയാണ് അല്ലാഹു ചെയ്യുന്നത്. വകാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അദീമാ. ഏറ്റവും വലിയ വിജയവും നാളെ അല്ലാഹു നൽകുന്ന സ്വർഗ്ഗപ്രവേശനം തന്നെ. താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന, സ്വർഗീയ അരുവികൾ ഒഴുകുന്ന ജന്നത്തുകളിലേക്ക് ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാൻ എന്നത് മുസ്ലിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തെ, കാണാത്ത ഒരു ലോകത്തെ ദലീലുകൾ വെച്ച് ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു ഇറക്കിയ വഹീന്റെ വെളിച്ചത്തിൽ, റെവലേഷന്റെ വെളിച്ചത്തിൽ ആ ഒരു വഹീനെ വിശ്വസിച്ചതിന്റെ പേരിൽ ഖൽബ് കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവരാണ് ഒരു മുസ്ലിം. സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അൽ ജന്നത്തു ഹഖ്ഖുൻ, നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല. വന്നാറു ഹഖ്ഖുൻ, നരകം സത്യമാണ്, യാഥാർത്ഥ്യമാണ്. വൽ മീസാനു ഹഖ്ഖുൻ വസ്സിറാത്തു ഹഖ്ഖുൻ, അല്ലാഹു സത്യമാണ്, അല്ലാഹുവിന്റെ ലിഖാഉം സത്യമാണ്, എല്ലാം സത്യമാണ് എന്ന് അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു റബ്ബേ,
ഷഹാദത്ത് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കണ്ടതുപോലെയാണ്, കണ്ടതിനെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. അള്ളാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ പോലും യുഅ്മിനൂന ബിഹി, അള്ളാഹുവിൽ ഈമാനുള്ളവരാണെന്നാണ്. എന്ന് പറഞ്ഞാൽ മലക്കുകൾ പോലും അള്ളാഹുവിന്റെ അർശ് ചുമക്കുമ്പോൾ റബ്ബ് തആലയെ കാണുന്നില്ല, അവർക്ക് ഈമാനാണ്. എന്തുകൊണ്ട്? മുആയനത്തുണ്ടെങ്കിൽ, നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഈമാൻ എന്നല്ല പ്രയോഗിക്കുക, ഷഹാദത്തെ അവിടെ ഉണ്ടാവുക. പക്ഷേ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും ഹൃദയത്തിന്റെ വെളിച്ചത്തിലൂടെ അള്ളാഹുവിന്റെ മലക്കൂത്തുസ് സമാഇനെ ബോധിച്ചവരാണ്. മരണമുണ്ടെന്നും ഖബറുണ്ടെന്നും, ഖബറിന്റെ ഉള്ളിൽ ഒന്നുകിൽ ഇമ്മാ ജന്നത്ത് ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, അല്ലെങ്കിൽ അത് ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, നരകത്തിന്റെ കഷ്ണമായിരിക്കും ഒരിക്കൽ, ഒന്നുകിൽ അത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലെങ്കിൽ അത് മുഅ്മിനീങ്ങൾക്ക് സ്വർഗ്ഗമാണ്. അവിടെ ഒരു ഹയാത്തുണ്ട്, അത് കഴിഞ്ഞാൽ ഒരു ഹിസാബുണ്ട്, ഒരു മീസാനുണ്ട്, തതായുറു സുഹുഫുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കണ്ട പോലെ വിശ്വസിക്കുന്നവരാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു ഏകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്താ സാക്ഷ്യം വഹിക്കുക? കണ്ണുകൊണ്ട് കണ്ട പോലെ. നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പുണ്യനബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു, ഞാൻ കണ്ടതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഷഹാദത്താണ് ഇതൊക്കെ. അതാണ് ഒരു മുഅ്മിനും ഒരു സ്കെപ്റ്റിക്കായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. സംശയാലുക്കളായ ആളുകൾ, സന്ദേഹവാദികളായ ആളുകൾ, ഉണ്ടാകോ ഇല്ലയോ, നാളെ പരലോകം ഉണ്ടോ ഇല്ലേ, നമുക്ക് എന്തായാലും ഒരു നിലക്കും ഒരു മുഅ്മിന്റെ നാളെ നഷ്ടമല്ല. എക്സാം ഉണ്ടാവില്ലേ, ടീച്ചർ പറഞ്ഞ നാളെ പരീക്ഷയാണ്, ഒരുത്തം വിളിച്ചു പറഞ്ഞ് വെറുതെ പറയണം. അപ്പൊ ചില വളവന്മാർ അവന്റെ പിന്നാലെ കൂടി പരീക്ഷ ഉണ്ടായി എന്തും അവർ തോൽക്കും. നേരെ മറിച്ച് പരീക്ഷ ഉണ്ടെന്ന് ഉറപ്പിച്ച ആളുകൾ അവർ ഇല്ല, പരീക്ഷ നീട്ടി വെച്ചു വിചാരിക്കുക, അല്ലെ സ്കൂൾ അങ്ങ് കൂട്ടി വിചാരിക്കുക, വല്ല നഷ്ടപ്പെടാനുണ്ടോ? ഒന്നും നഷ്ടപ്പെടാനില്ല. അവർ ഒരുങ്ങിയിരുന്നു, അവർ റെഡിയാണ്. മുഅ്മിനീങ്ങൾ റെഡിയാണ്. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ, നബിയേ ഏറ്റവും വലിയ വ്യക്തമായ വിജയം അല്ലാഹു അങ്ങേക്ക് നൽകിയിരിക്കുകയാണ്. ഈ ആയത്തിറങ്ങുന്നത് ഹുദൈബിയ സന്ധിയുടെ ശേഷമാണ്. ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും അവിശ്വാസികളുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞു എന്ന് പറയാമെങ്കിൽ അങ്ങനെയുമാകാം. അങ്ങനെ വിട്ടുവീഴ്ചയുടെ നെല്ലിപ്പടി എന്ന് പറയാമെങ്കിൽ, ക്ഷമയുടെ, സഹനത്തിന്റെ, ടോളറൻസിന്റെ എല്ലാ നിലക്കും മുസ്ലിമീങ്ങൾക്ക് ബഹുഭൂരിപക്ഷം വരുന്ന നിബന്ധനകൾ എതിരായിരിക്കെ തന്നെ ഞങ്ങളതിന് തയ്യാറാണെന്ന് പറഞ്ഞ് ഉംറക്ക് ഇഹ്റാം ചെയ്തു പോയ നബിതങ്ങളും സ്വഹാബിമാരും ഹുദൈബിയയിൽ നിന്ന് തഹല്ലുലായി അവർ തിരിച്ചു വരുന്ന രംഗമാണ് ഹുദൈബിയ. പല സ്വഹാബികളുടെ മനസ്സിലും വേദനയുണ്ടായി. സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ഹബീബിനോട് ചോദിച്ചത്, അലസ്ത നബിയല്ലാഹ്, നബിയേ അങ്ങ് അല്ലാഹുവിന്റെ റസൂൽ തന്നെയല്ലയോ? ഖാല ബലാ, അതേ ഉമറേ. അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാതിൽ, നമ്മൾ സത്യത്തിന്റെ പക്ഷത്തുകാരും അവര് അസത്യത്തിന്റെ കൂടെയുമല്ലയോ നബിയേ? ഖാല ബലാ. അവലൈസ ഖത്ലാനാ ഫിൽ ജന്നതി വഖത്ലാഹും ഫിന്നാർ, ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ നബിയെ നമ്മളിൽ ഷഹീദാകുന്നവർ സ്വർഗത്തിലേക്ക് പോകുന്നവരല്ലേ, അവരിൽ മരണപ്പെടുന്നവർ നരകത്തിലേക്കല്ലേ പോകുന്നത്? ബലായ ഉമർ, അതേ ഉമറേ. ഫലിമ ഹാദിഹി ദനിയതു യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ ഈ നാണക്കേട്? നമ്മൾ 2500 ആളുകളില്ലേ, മക്കക്കാര് നമ്മളെ തടഞ്ഞു വെക്കുകയോ മക്കയിലേക്ക് കടക്കരുത് എന്ന് ഏതാനും 5-6 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് നമ്മെ തടയുകയും ചെയ്യുമ്പോൾ ഉംറക്ക് ഇഹ്റാം ചെയ്ത് 500-ലേറെ കിലോമീറ്റർ താണ്ടി യാത്ര ചെയ്തു വന്ന നമ്മളോട് തിരിച്ചു പോകാൻ പറയുമ്പോൾ എന്തിനാ നബിയെ ഈ മാനക്കേടിനെ തലവെച്ചു കൊടുക്കുന്നത്? ഇത് പറഞ്ഞപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പുണ്യനബി തങ്ങളും ഉമർന്നവരും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിന്റെ ശകലം കേട്ടു. ഓടി വന്നുകൊണ്ട് ഉമർന്നവരുടെ കോളറിനെ പിടിച്ചിട്ട് മജാമിഇ സൗബിഹി, മഹാനവറുടെ കഴുത്തിന്റെ ഭാഗം പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ വല്ലാഹി ഇന്നഹു ലറസൂലുള്ളാഹ്. സംശയം വേണ്ട ഉമറേ. ഉമർന്നവർക്ക് സംശയം ഉണ്ടായത് കൊണ്ടല്ല, ആ സന്ദർഭത്തിന്റെ വേദന ഉമർന്നവർ പറയാം. ഉമറേ, അവർ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്, പറയുന്നത് സത്യമാണ്, നമുക്ക് സ്വർഗം തന്നെയാണ്. എന്നാൽ അള്ളാഹു പറയുന്നതേ ഹബീബിന് പറയാൻ കഴിയൂ, അള്ളാഹു നിർദ്ദേശിക്കുന്നതേ ഹബീബിന് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തങ്ങൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഉംറ അടുത്ത വർഷം ഖളാ വിട്ടാം. ഉംറത്തുൽ ഖളാ നടന്നു, നമ്മൾ ഖളാ വിട്ടാൻ വരും, ഇപ്പോൾ തിരിച്ചു പോവുകയാണ് മദീനയിലേക്ക് എന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ ഉമറേ, അത് നബി തങ്ങളുടെ തീരുമാനം മാത്രമല്ല, അള്ളാഹിന്റെ തീരുമാനം അതാണ്. അതായിരുന്നു ഹുദൈബിയ. സ്വഹാബിമാര് തിരിച്ചു പോന്നു. നമ്മൾ ഉംറക്കൊക്കെ പോകുമ്പോഴേ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ട് എമിഗ്രേഷൻ തിരിച്ചു വിട്ടു എന്ന് വിചാരിക്കുക, നമുക്കിപ്പോൾ ആകെ 1 മണിക്കൂറൊക്കെ യാത്ര വരുള്ളൂ മാക്സിമം.
എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വന്ന് അപ്പോഴേക്കും റബ്ബേ നാട്ടുകാരൊക്കെ യാത്ര അയച്ച് പറഞ്ഞയച്ചതല്ലേ, വീട്ടുകാരുടെ മുമ്പിലേക്ക് ഇനി എങ്ങനെയാ പോവുക, എന്തൊരു നാണക്കേടും വിഷമൊക്കെ ആയിരിക്കും. എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വന്നാൽ തന്നെ ഇനി അത് അവിടെ ഇറങ്ങിയിട്ടാണെങ്കിലും പറയും വേണ്ട. അതോ നമ്മൾ ഫ്ലൈറ്റിലോ കാറിലോ ബസ്സിലൊക്കെ ചെയ്യുന്ന യാത്രയാണ്. പുണ്യനിബിതങ്ങളും സഹാബിമാരും 500-ലേറെ കിലോമീറ്റർ മരുഭൂമിയിൽ ഇഹ്റാം ചെയ്ത് നടന്നിട്ട് കഅബ ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ദൂരം എന്ന് പറയാം. അപ്പോഴാ പറഞ്ഞ് തിരിച്ചു പോകണമെന്ന്. ആ വേദനയിൽ സഹാബിമാർ നിൽക്കുമ്പോഴാണ് സൂറത്തുൽ ഫത്ഹ് ഇറങ്ങുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദ് നസലത് ഹാദിഹിൽ ആയാതു ഇൻദമാ റജഅ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു മിനൽ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. നബിയേ, ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധമുള്ള വിജയം, മുബീനായ വിജയം. അതിലൊരു ഡിസ്കഷൻ വേണ്ട, അത് വിജയം തന്നെ ആണോ എന്ന സംശയം വേണ്ട. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. ഇതൊരു പരാജയമാണ് എന്ന വ്യഥയിലും വ്യസനത്തിലും സങ്കടത്തിലും കഴിയുന്ന സ്വഹാബികളോടാണ് ഖുർആൻ പറയുന്നത്, നിങ്ങൾ സങ്കടപ്പെടരുത്, ഇത് വിജയമാണ്. ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. ഇത് അടിയറവ് പറയലോ താഴ്ന്നു കൊടുക്കലോ ഇല്ലാതെയാവലോ നാണം കെടലോ ഒന്നുമല്ല. അല്ലാഹു നിങ്ങളെ അജയ്യമായ സഹായം അല്ലാഹു നിങ്ങൾക്ക് തരും നബിയേ. ഇത് വിജയമാണ്, ഫത്ഹാണ്. ഇത് വിജയമാണ്, ഫത്ഹൻ മുബീന. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം അല്ലാഹു നൽകാൻ വേണ്ടി സങ്കടപ്പെട്ടു കഴിഞ്ഞിരുന്ന മുഅ്മിനുകളുടെ ഹൃദയങ്ങളിലേക്കാണ് അല്ലാഹു വിജയമാണ് എന്ന് പറഞ്ഞ് ആയത്തിറക്കി മുഅ്മിനീങ്ങളുടെ സങ്കടത്തിന് അല്ലാഹു പരിഹാരമുണ്ടാക്കി കൊടുത്തത്. ഇത് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലെ അവരുടെ ജബറുൽ ഖാത്തിർ എന്ന് പറയും, അവരുടെ മനസ്സുകൾക്ക് സമാധാനം നൽകുകയായിരുന്നു. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത്, ഹുവല്ലദീ അൻസലസ് സകീന. സമാധാനം ഇറക്കി തരുന്നത് അല്ലാഹുവാണ്. അത് നിങ്ങളുടെ വാട്സപ്പോ ഫേസ്ബുക്കോ അല്ല, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ല, നിങ്ങളുടെ സമ്പത്തോ സൗകര്യങ്ങളോ അല്ല. സമാധാനം നൽകുന്നത് അല്ലാഹുവാണ്. പടച്ചവൻ നൽകുന്ന വലിയൊരു നിഅമത്താണ് സമാധാനം. ثم لتسألن يومئذ عن النعيم وطيب النفس من النعيم قال رسول الله صلى الله عليه وسلم. മനസ്സമാധാനം നഈം എന്ന് പറഞ്ഞ വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. നാളെ അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകുന്നതാണ്. അല്ലാഹുവിനോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യം ഇതാണ്, സമാധാനം നൽകണേ പടച്ചവനെ. ഇവിടെയും നാളെ പരലോകത്തും ഖബറിലും ബർസഖിലും ഒക്കെ അല്ലാഹു സകീനത്ത് കൊണ്ട് അല്ലാഹു നമ്മളെയും നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, മുതഅല്ലിമീങ്ങൾ, ദീനിന്റെ ഖാദിമീങ്ങൾ, മരിച്ചുപോയവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, രോഗികളായി കിടക്കുന്നവർ, നമ്മോട് കടപ്പാടുള്ളവർ, നമ്മൾ അങ്ങോട്ട് കടപ്പാടുള്ളവർ, എല്ലാവർക്കും അല്ലാഹു സകീനത്ത് നൽകട്ടെ. രണ്ട് ലോകത്തും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി സ്വാലിഹീങ്ങളിലായി അല്ലാഹു ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉഹദ് പുണ്യ നബി തങ്ങൾ വഫാത്തായി എന്നൊരു കിംവദന്തി പരന്ന ഒരു സമയം. ഉഹദ് യുദ്ധം പരാജയത്തിലേക്ക് വന്നു. വിജയത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്ന യുദ്ധം പരാജയത്തിലേക്ക് പോവുകയാണ്. إذ تصعدون ولا تلوون على أحد والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന്റെ വേദനയെ പരിഹരിക്കുകയാണ് അല്ലാഹു. സമാധാനം ലഭിക്കണമെങ്കിൽ അത് അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. അതിന് അല്ലാഹുവിന്റെ ചില രീതികളുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഉഹദിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ 70ഓളം ബഹുഭൂരിഭാഗം വരുന്ന ഹാഫിദുകളായ സ്വഹാബിമാർ ഉഹദിൽ ഷഹീദാകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വഫാത്തായിരിക്കുന്നു എന്ന് ഇബ്നു ഖംആ എന്ന് പറയുന്ന ഒരു മുശ്രിക്കായ മനുഷ്യൻ, അല്ലാഹുവിന്റെ റസൂൽ കൊല്ലപ്പെട്ടു എന്നൊരു കിംവദന്തി ഉഹദിന്റെ രണാങ്കണത്തിൽ പരത്തിയത് അല്ലാഹുവിന്റെ ഒരു ഇടപെടലായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. എങ്ങനെ والرسول يدعوكم في أخراكم فأثابكم غما بغم. അല്ലാഹു നിങ്ങൾക്ക് വലിയ ഒരു സങ്കടത്തിന്റെ പിറകെ അതിലും ഏറ്റവും വലിയ സങ്കടം തന്നുകൊണ്ടാണ് നിങ്ങളുടെ ആദ്യത്തെ സങ്കടത്തെ അല്ലാഹു പരിഹരിച്ചത്. ഉഹദിൽ 2 ഗമ്മുണ്ടായി. ഒന്നാമത്തെ ഗമ്മ് പരാജയത്തിന്റെ ഗമ്മുൽ ഹസീമ,
ഉഹദ് പരാജയപ്പെട്ടല്ലോ, ഉഹദ് നഷ്ടമായല്ലോ, മുസ്ലിമീങ്ങൾക്ക് കൈവിട്ടു പോയല്ലോ, ഉഹദിൽ മുശ്രിക്കുകൾ മേൽക്കൈ കാണിച്ചുവല്ലോ എന്ന സങ്കടത്തിൽ നിൽക്കുമ്പോ ആ സങ്കടത്തിന് പരിഹാരമായി അല്ലാഹു നൽകുന്നത് ഫഅസാബകും ഗമ്മൻ ബിഗമ്മിൻ, ആ സങ്കടത്തോടൊപ്പം മറ്റൊരു സങ്കടം നൽകിക്കൊണ്ടാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകിയത്. ആ സങ്കടമാണ് പുണ്യനബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു, ഉഹദിൽ നബി കൊല്ലപ്പെട്ടു എന്ന് മഅദല്ലാഹ് ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് ഇബ്നു ഖമിആ എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞപ്പോ സ്വഹാബികളുടെ ചെവിയിലേക്ക് അത് വന്നു. അവരെല്ലാം ഉഹദിന്റെ പരാജയത്തിന്റെ സങ്കടം മറന്നുപോയി, ഉഹദിൽ ഷഹീദായ ശുഹദാക്കളെ ചൊല്ലിയുള്ള സങ്കടം മറന്നുപോയി. അവരിൽ ഷഹീദാണ് നബി തങ്ങളുടെ അമ്മും ഹബീബായ നബി തങ്ങളുടെ വളരെ മഹ്ബൂബായ നബി തങ്ങളുടെ സ്വഹാബിയായ വബിഹംസത്തിൽ കറാരി അമ്മിൽ മുസ്തഫാ അസദിൽ ഇലാഹി വസയ്യിദിശ് ശുഹദാഇ. ശുഹദാക്കൾക്ക് നേതാവുണ്ടെങ്കിൽ അത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഹബീബായ നബി തങ്ങളോളം അതേപോലെ ഒരേ വയസ്സുണ്ടായിരുന്ന ഹബീബായ നബി തങ്ങളുടെ നിഴല് പോലെ ഹബീബിന് സംരക്ഷണം നൽകിയിരുന്ന സ്വഹാബി ഉഹദിൽ ഷഹീദായ സങ്കടം തങ്ങൾ വർഷങ്ങളോളം തങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ, മഹാന്മാരായ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരിൽ പ്രഗൽഭരായ ആളുകൾ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ഹറാം റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് എന്നവർ, മഹാനായ അനസ് ഇബ്നു നദീർ റളിയല്ലാഹു അൻഹു, പ്രഗൽഭരായ എത്രയോ ആളുകൾ ഉഹദിന്റെ ത്യാഗീവര്യന്മാരായ സ്വഹാബിമാരാണ്. ഉഹദിന്റെ പരാജയത്തിന്റെ വേദനയിൽ അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ആ സങ്കടത്തെ അല്ലാഹു പുണ്യനബി തങ്ങൾ വഫാത്തായിരിക്കുന്നു എന്ന വാർത്ത കൊണ്ട് പരിഹരിച്ചത്. എങ്ങനെ? ഒരു സങ്കടത്തെ മറ്റൊരു സങ്കടം അല്ലാഹു കൊടുത്തു. എന്നിട്ട് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോ വലിയൊരു സന്തോഷം മനസ്സിലേക്ക് വന്നു. ആ സന്തോഷത്താൽ ഉഹദിന്റെ പരാജയം സ്വഹാബിമാർ മറന്നുപോയി. അവർ ഉഹദിന്റെ പരാജയം ആലോചിച്ച് നടക്കുമ്പോഴാ തങ്ങൾ തന്നെ വഫാത്തായി എന്ന് കേൾക്കുന്നത്. തങ്ങളില്ലെങ്കിൽ എന്ത് ജീവിതം, തങ്ങളില്ലെങ്കിൽ എന്ത് മദീന, തങ്ങളില്ലെങ്കിൽ എന്ത് മസ്ജിദുൻ നബവി. ഹബീബായ നബി തങ്ങളില്ലാതെ ഓർക്കാൻ കഴിയാത്ത, തങ്ങളില്ലാത്തൊരു ജീവിതം ഓർക്കാൻ കഴിയാത്ത സ്വഹാബിമാർ ഹബീബായ തങ്ങൾക്ക് വഫാത്ത് സംഭവിച്ചു എന്ന ആ ഒരു കിംവദന്തിയുടെ ബേജാറിൽ ഓടിക്കൊണ്ട് തിരയുകയാണ്. ഐന റസൂലുള്ളാഹ്, അൻസ്വാരിയത്തായ പെണ്ണ് വന്ന് ചോദിച്ചല്ലോ, അഖുതില റസൂലുള്ളാഹ്, പുണ്യനബി വഫാത്തായി എന്ന് കേൾക്കുന്നു, ശരിയാണോ? ഇല്ല പെങ്ങളെ, ഇല്ല, പുണ്യനബി ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ നിങ്ങളുടെ ഉപ്പ ഷഹീദാണ്, നിങ്ങളുടെ ഭർത്താവ് ഷഹീദാണ്, മൂത്ത മകൻ ഷഹീദാണ്, നിങ്ങളുടെ സഹോദരനും ഷഹീദാണ്. 4 പേര് സ്വന്തം കുടുംബത്തിൽ വഫാത്തായപ്പോഴും ആ പെണ്ണ് ചോദിച്ചുവല്ലോ, ഐന റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ എവിടെയാണ്, എനിക്കൊന്ന് കാണണം. അങ്ങനെ പുണ്യനബി ഇരിക്കുന്ന ടെന്റിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, പെങ്ങളെ അവിടെ റസൂലുള്ളാഹി ഉണ്ട്. ആ ടെന്റിലേക്ക് നടന്നു ചെന്ന് ഹബീബിനെ കണ്ട്, കുല്ലു മുസീബത്തിൻ ബഅദക അലയ്യ ജലൽ, നബിയേ അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ ഭർത്താവിന്റെ മരണമോ, എന്റെ ആങ്ങളയുടെ, എന്റെ ഉപ്പയുടെ, എന്റെ മൂത്ത മകന്റെ, ഇതൊന്നും നബിയെ ഒരു മുസീബത്തും എന്റെ മുമ്പിൽ മുസീബത്തല്ല. അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്നും എനിക്ക് പ്രശ്നമല്ല, അങ്ങാണ് പ്രശ്നം, എനിക്ക് അങ്ങയെ കാണണമായിരുന്നു നബിയെ എന്ന് പറഞ്ഞ് യുദ്ധമുഖത്തേക്ക് ഓടി വന്ന അൻസ്വാരിയത്തായ ഒരു ഉമ്മയുടെ ചരിത്രമുണ്ട് ഹദീസുകളിൽ. ആ ഒരു വിഷമത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പുണ്യനബി തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കിട്ടിയ സന്തോഷം കൊണ്ട് ഉഹദിന്റെ പരാജയത്തിന്റെ സങ്കടം അല്ലാഹു മറപ്പിച്ചു കളഞ്ഞു. ആ വിഷയമാണ് പരിശുദ്ധ ഖുർആൻ ഫഅസാബകും ഗമ്മൻ ബിഗമ്മിൻ, നിങ്ങളുടെ ഒരു സങ്കടത്തെ മറ്റൊരു സങ്കടം കൊണ്ടാണ് അല്ലാഹു പരിഹരിച്ചത് എന്ന് പറഞ്ഞു. ഉഹദിൽ അല്ലാഹുവിന്റെ ഇടപെടലായിരുന്നു അത്. ഹുവല്ലദീ അൻസലസ് സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. ഇങ്ങനെ സത്യവിശ്വാസികളുടെ വിഷയത്തിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അസ്ഹാബിന്റെ ഇടയിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ അവരുടെ ഖൽബുകൾക്ക് മനസ്സമാധാനം ലഭിക്കുന്ന വിധം അല്ലാഹു ഇടപെട്ടു. റബ്ബാണ് സമാധാനം ഇറക്കി തരുന്നത്, അല്ലാഹുവാണ്. അല്ലാഹുമ്മ അൻതസ്സലാം ومنك السلام وإليك يرجع السلام تباركت يا ذا الجلال والإكرام. അല്ലാഹുവേ നീയാണ് സലാം, അല്ലാഹുവേ നീയാണ് സമാധാനത്തിന്റെ ദാതാവ്. നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിലേക്കാണ് സമാധാനം, നിന്റെ സമാധാനത്തിന്റെ ഭവനമാണ് സ്വർഗം. അൻതസ്സലാം, നിന്നിൽ നിന്നാണ് സലാം. എല്ലാ രക്ഷയും എല്ലാ സമാധാനവും അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുക്കുന്നതിലൂടെ മാത്രമേ ലഭിക്കൂ എന്ന് വീണ്ടും വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനൂ. സമാധാനത്തിന് ഭംഗം വരുന്നതൊന്നും ഒരു വിശ്വാസിയും ചെയ്യരുത് എന്ന് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്.
ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളിൽ വലിയൊരു മൂല്യം ആളുകളുടെ മനസ്സുകൾക്ക് സമാധാനം നൽകണം. ജബ്റുൽ ഖാത്തിർ എന്നാണ് അതിന് പറയാ. ഒരു മനുഷ്യന്റെ മനസ്സ് വീങ്ങിപ്പൊട്ടി കിടക്കുകയാണ്, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുഅ്മിനായ മനുഷ്യന് സമാധാനം പകരുന്ന വാക്കുകൾ മുഅ്മിനുകൾ പറയണം, പ്രവർത്തിക്കണം. അതിന് സമയം ചെലവഴിക്കുന്നത് പോലും പുണ്യനബി തങ്ങളുടെ അൽ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പ്രതിഫലമുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ കൂടെ നടക്കുന്നത്, എന്റെ മസ്ജിദിൽ ഒരു നിസ്കാരത്തിന് പുറത്തിറങ്ങി നടന്ന് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കലുമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞതിന് സാക്ഷിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അത്ര വലിയ കൂലിയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ടോ നിങ്ങളുടെ ഒരു വാക്ക് കൊണ്ടോ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ ഒരു മുഅ്മിനായ മനുഷ്യന് വേദന പോലും ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ എത്ര ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാലമാണിത്. നിങ്ങളുടെ വാക്കുകൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് ഒരാൾക്കും വേദനയുണ്ടാകാൻ പാടുള്ളതല്ല. വേദനിപ്പിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബി لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام غير ناظرين إناه. ഹബീബിന്റെ വീട്ടിൽ ഒരു സൽക്കാരം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന സ്വഹാബിമാർ, മദീന സൂറയാണ് സൂറത്തുൽ അഹ്സാബ്. സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ഒരു അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തുആം. പുണ്യനബി തങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന് ഒരുപാട് നേരം സൊറ പറഞ്ഞിരുന്ന സ്വഹാബിമാരെ അല്ലാഹു തിരുത്തുകയാണ്. പുണ്യനബി തങ്ങളുടെ വീടാണത്. കല്യാണമോ സൽക്കാരമോ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിഞ്ഞ് അതിഥികൾ പോയില്ലെങ്കിൽ ആ വീട്ടുകാർക്ക് വിശ്രമിക്കാൻ കഴിയാതെ വരും, അവരുടെ പ്രൈവസി നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. പുണ്യനബി തങ്ങളുടെ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞപ്പോ ഹബീബാ നബി തങ്ങൾ അവിടുത്തെ വീട്ടുകാരുടെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷണം കഴിച്ചിരുന്നിട്ട് വർത്തമാനം പറഞ്ഞ് സൊറ പറഞ്ഞിരുന്ന് ഒരുപാട് നേരം വൈകിയപ്പോ വഹി വരികയാണ്, നബിയെ പറഞ്ഞു കൊടുക്കൂ, യാ അയ്യുഹല്ലദീന ആമനു, മനസ്സുകളിൽ ഈമാനുള്ള സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തുആം. എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വന്നോളൂ എന്ന് പുണ്യനബി സമ്മതം നൽകാതെ നിങ്ങൾ ആരും ഹബീബിന്റെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലരുത്. ഗൈറ നാദിരീന ഇനാഹ് വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ. പുണ്യനബി നിങ്ങൾ ഭക്ഷണം നിങ്ങൾക്ക് ഒരുക്കി നിങ്ങളെ വിളിച്ചാൽ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫഇദാ തുഇംതും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ, ആ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകണം. വലാ മുസ്തഅനിസീന ലിഹദീസ്, അവിടെ കഥ പറഞ്ഞും ചിരിച്ചും തമാശ പറഞ്ഞും ഒരുപാട് നേരം ആ വീട്ടിൽ നിങ്ങൾ ഒരുപാട് നേരം ചെലവഴിക്കരുത്. എന്തുകൊണ്ട്? ഇന്നദാലികും കാന യുദിൻ നബി, എന്റെ റസൂലിന് അത് വിഷമമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്ന ആളുകളോട് നിങ്ങളൊന്ന് പോകുമോ എന്ന് നബി ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരെ ക്ഷണിച്ചതല്ലേ. ഭക്ഷണം കഴിക്കാനും സൊറ പറയാനും അവിടെ ഇഷ്ടം പോലെ സമയമുണ്ട്. ആ പരിധിയും കഴിഞ്ഞ് അവിടെ നിന്ന ചില ആളുകളെ അല്ലാഹു തിരുത്തുകയാണ്. ഇന്നദാലികും കാന യുദിൻ നബിയ ഫയസ്തഹീ മിൻകും, പുണ്യനബി തങ്ങൾക്ക് നിങ്ങളോട് പറയാൻ മടിയുണ്ട്, തങ്ങൾക്ക് ലജ്ജയുണ്ട്. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, അല്ലാഹുവിന് സത്യം പറയാൻ ഒരു മടിയുമില്ല. വഇദാ സഅൽതുമൂഹുന്ന മതാആ, വെള്ളം വേണമെന്നോ ഭക്ഷണം വേണമെന്നോ പാത്രം വേണമെന്നോ ഒരു കപ്പ് വേണമെന്നോ ഹബീബിന്റെ വീട്ടിൽ വന്ന് അവിടുത്തെ വീട്ടുകാരി പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നാൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾ ചോദിക്കാവൂ. ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ,
മനുഷ്യരുടെ മനസ്സുകളല്ലേ, നിങ്ങളുടെ മനസ്സുകളിലേക്ക് മോശപ്പെട്ട ചിന്തകൾ വരാതിരിക്കാനും വീട്ടിനുള്ളിലെ പെണ്ണുങ്ങളുടെ മനസ്സുകളിലേക്ക് അനാവശ്യ ചിന്തകൾ വരാതിരിക്കാനും ഒരു ഹിജാബിന്റെ മറവിൽ നിന്നേ നിങ്ങൾ അന്യപുരുഷന്മാർ ഹബീബിന്റെ വീട്ടുകാരോട് ഇടപഴകുമ്പോൾ ഇടപഴകാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ. وما كان لكم أن تؤذوا رسول الله അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ആരും വേദനിപ്പിക്കാൻ പാടുള്ളതല്ല, ഹബീബിനെ വേദനിപ്പിക്കാൻ പാടുള്ളതല്ല. ولا أن تنكحوا أزواجه من بعده أبدا ഹബീബിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരെ നിങ്ങൾ ആർക്കും വിവാഹം ചെയ്യാൻ പാടുള്ളതും അല്ല. ഇന്ന ദാലികും കാന ഇൻദല്ലാഹി അദീമാ, അത് ഗൗരവമുള്ള വിഷയമാണെന്ന് അല്ലാഹു നിങ്ങളെ ഉണർത്തുകയാണ്. ഹബീബിന്റെ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിരുന്ന് വന്നതായിരിക്കാം, എന്നാൽ സമയം കഴിഞ്ഞാൽ നിങ്ങൾ പോകണം. വീട്ടുകാര് നിങ്ങളോട് പോകണം എന്ന് നിങ്ങളോട് പറയില്ല, അത് നിങ്ങൾ കണ്ടറിയണം. കാരണം ഇന്നദാലികും കാന യുദിൻ നബി, അത് ഹബീബായ നബി തങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അവിടെ കുറെ പത്രം വായിച്ചുകൊണ്ടോ ന്യൂസ് കണ്ടുകൊണ്ടോ ചാനലുകൾ മറിച്ചുകൊണ്ടോ നിങ്ങൾ അനാവശ്യമായ സമയം അവിടെ ചെലവഴിക്കരുത്. ഹബീബിന് അവിടുത്തെ വീട്ടുകാരോട് ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഒന്നുപോയി കിടക്കാനും വിശ്രമിക്കാനും ഹബീബിന് ആവശ്യമുണ്ടാകും. അതൊന്നും നബി തങ്ങൾ നിങ്ങളോട് പറയണമെന്നില്ല. കണ്ടറിഞ്ഞ് ഒരു മനുഷ്യന്റെ പ്രയാസം നിങ്ങൾ ബോധിക്കുകയും ആ പ്രയാസം ഇല്ലാതിരിക്കാൻ നിങ്ങളെ കൊണ്ടാകുന്ന വിധം സഹകരിക്കുകയും ചെയ്യണം എന്ന് പറയുകയാണ് ഖുർആൻ. എത്ര വലിയൊരു സ്വഭാവ ഗുണമാണ് ഈ പറയുന്നത്. ഒരാൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് വേറെ ബോറടിക്കണമെന്നോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് വേഗം നിർത്തണം എന്നാണ്. അല്ലാതെ സമയമുണ്ട് മൈക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരം വിളിക്കോളം പറയാം. ആൾക്കാർക്ക് അത് മടുത്തിട്ടുണ്ടോ, അത് എനിക്ക് പെട്ടെന്ന് തിരിയും. വേഗം അത് മനസ്സിലാക്കും വേണം. അപ്പൊ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തും വേണം എന്നാണ്. ബുദ്ധിമുട്ടാക്കരുത്. സമയമായി ഇടക്കിടക്ക് വാച്ചിങ് നോക്കാൻ തുടങ്ങിയാൽ മനസ്സിലാവും ഏകദേശം സമയമായിട്ടുണ്ട്. അതൊരു സിഗ്നലാണ്. ഇസ്ലാം മശാഇറുകളെ പരിഗണിക്കുന്ന മതമാണ്. ഒരു മനുഷ്യന്റെ ബോധം, അവരുടെ മുഖഭാവം, അവരുടെ ചിന്തകൾ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഈ വഴിയിൽ ചർച്ച ചെയ്യാനുണ്ട്. നജീബ് ഉസ്താദ് ഉദ്ദേശിച്ച ആ ഒരു ഭാഗം ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റാൻ വിചാരിക്കുന്നു. നമ്മൾ അറിയേണ്ട ചില മൂല്യങ്ങളുണ്ട്, പൊതുജനങ്ങൾ അറിയേണ്ട മൂല്യങ്ങളുണ്ട്, പൊതുസമൂഹങ്ങൾ അറിയേണ്ടതുണ്ട്. വലിയ വിശാലമായി കിടക്കുന്ന തലങ്ങളാണ്. ഇവിടെ ഇപ്പോൾ അയ്യൂബ് ഉസ്താദിന്റെ പരിപാടിയാകുമ്പോൾ ഇവിടെ വരുന്ന ഒരു ജനം എന്ന് പറയുന്നത് ഇൽമുമായും തഖ്വയുമായും ത്വരീഖത്തുമായും ഒക്കെ ഔറാദും ദിക്റും സ്വലാത്തും ഒക്കെ കൂടുന്ന ഒരു ആത്മീയത മുറ്റുന്ന ഒരു സദസ്സാണ് ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് താനും. അള്ളാഹു നമ്മളൊക്കെ അങ്ങനെ സ്വാലിഹ്യങ്ങളിലാക്കി തരട്ടെ. അപ്പം നിങ്ങളുടെ ഈമാനെ ഇളക്കം തട്ടുന്നൊന്നും ഞാൻ പറയാൻ പാടില്ല ഇവിടെ. അത് ചർച്ചയാണെങ്കിൽ പോലും ആ ഒരു നിഷ്കർഷമുള്ളത് കൊണ്ടാണ്. പക്ഷേ നമ്മുടെ ഈമാൻ ഇനിയും വർദ്ധിപ്പിക്കണം, ഇനിയും ചില നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മളെ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങളാണിത്. അതുകൊണ്ടാണ് ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനൂ. 3 പേരിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ 3 പേരിരിക്കുകയാണെങ്കിൽ 2 ആളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ 2 പേർ അടക്കം പറയരുത്, നിങ്ങൾ തമാശ പറയരുത്, സ്വകാര്യം പറയാൻ പാടുള്ളതല്ല. 3 പേരുണ്ട് യാത്രയിൽ, 2 ആൾ ഇങ്ങനെ തമാശ പറയാം, അല്ലെങ്കിൽ 3 ആളിൽ ഒരാൾക്ക് തിരിയാത്ത ഭാഷയിൽ മറ്റു 2 ആൾ സംസാരിക്കുക. അത് വലിയ വേദന ഉണ്ടാക്കും. ശുദ്ധ ഖുർആൻ ഇടപെട്ട് സൂറത്തുൽ മുജാദല 10-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനൂ വലൈസ ബിദാർരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ് وعلى الله فليتوكل المؤمنون. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്താണ്. يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. എന്തൊരു മനോഹരമാണ്. ആദാബുകൾ, കർമ്മശാസ്ത്ര നിയമങ്ങളും അഹ്കാമുകളും ഷർത്തും ഫർദും മുഹറമാത്തുകളും മൻഹിയാത്തുകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അഖ്ലാഖ് എന്ന് പറയുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. അഖ്ലാഖാണ് ഇമാം ഗസാലി തങ്ങൾ ചർച്ച ചെയ്തതിൽ 90% അഖ്ലാഖാണ്. അഹ്കാമുകൾ പറഞ്ഞെടുത്ത് പോലും ഇമാം ഗസാലി തങ്ങൾ അഖ്ലാഖ് അവിടെ കൊണ്ടുവരും.
മുസ്ലിമിന്റെ സ്വഭാവം, മുസ്ലിമിന്റെ സംസ്കാരം വലുതാണ്. മുസ്ലിമിന്റെ സംസ്കാരം വളരെ വലുതാണ്. നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ നന്നാക്കേണ്ടത് അനിവാര്യമാണ്. കാലാകാലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഉണർത്തലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും, ഞാൻ എന്റെ സ്വന്തം നഫ്സിനോട് പറയാൻ, പിന്നെ